കഥ കസേരകളി കഥകളി. തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസിനും BJPക്കും മുന്നേ മത്സര രംഗത്ത് സജീവമായിരിക്കുകയാണ് CPM. ഇതാണ് ഈ CPMന്റെ പ്രത്യേകത. അവർക്ക് 100-150 സ്ഥാനാർത്ഥികൾ അടങ്ങുന്ന 2-3 ഘട്ട പട്ടികകളൊന്നുമില്ല. ആകെ മത്സരിക്കുന്നത് ഇവിടെയുള്ള ഈ 10-15 പേർ. ഒരു ചെറിയ തുണ്ടുകടലാസിൽ ലിസ്റ്റ് ഒക്കെ. നിങ്ങളിൽ ചില കൂട്ടർ എന്തോ വലിയ ആനക്കാര്യം ഇവിടെ സംഭവിച്ചതുപോലെയാണ് ഈ LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയെ പറ്റി വിശദീകരിക്കുന്നത്. CPIMന്റെ 15 സ്ഥാനാർത്ഥികളുടെ പേരാണ് ഇവിടെ ഇന്നിപ്പോഴും പ്രഖ്യാപിക്കുന്നത്. 1 കാസർഗോഡ് MP ബാലകൃഷ്ണ മാസ്റ്റർ, 2 കണ്ണൂർ MP ജയരാജൻ. എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നുന്നു നിങ്ങളുടെ പല ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ. എന്തോ മഹാ അത്ഭുതം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. വലിയൊരു ടീമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് ഈ വലിയ ടീം? 3 വടകര KK ശൈലജ ടീച്ചർ. കഴിഞ്ഞ പ്രാവശ്യം കഴിവില്ലാത്തതിന്റെ പേരിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയവരെ മുഴുവൻ കൊണ്ടുവന്നിട്ട് ഇപ്പോ ഭയങ്കരമായ ആളുകൾ എന്നാണ് നിങ്ങൾ പറയുന്നത്. വടകരയൊക്കെ അതിശക്തിയായ മുന്നേറ്റം നടത്താൻ പോകുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ കോവിഡ് റാണി എന്ന പേര് നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന പോലെ തന്നെ നിപ്പ രാജകുമാരി എന്ന രൂപത്തിൽ ആ പദവിക്ക് വേണ്ടിയുള്ള മത്സരമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതിവേഗം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് പിന്നിൽ വേറെയുമുണ്ട് കാര്യങ്ങൾ. തീരുമാനമെടുക്കേണ്ട കേന്ദ്ര കമ്മിറ്റിയും PBയും ഒക്കെ ഇവിടെ തന്നെയാണ്. ലുങ്കി ഉടുത്താൽ LC, വെള്ളമുണ്ടാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റി, പാൻസ് ഇട്ടാൽ PBയോ കേന്ദ്ര കമ്മിറ്റിയോ ഒക്കെയാകും. എന്തൊക്കെ ഇട്ടാലും എല്ലാം നമ്മുടെ സഹാക്കൾ തന്നെ. 4 കോഴിക്കോട് എളമരം കരീം. എളമരം കരീമിനെ പോലെ ആ മന്ത്രിസഭയിലെ ഏറ്റവും അഴിമതിക്കാരനായിരുന്ന ഒരു മന്ത്രി, LDF മന്ത്രിസഭയിലെ 1-ാം തരം കൊള്ളക്കാരനായിരുന്നു അയാൾ. കുഞ്ഞാലിക്കുട്ടിയായിട്ട് ചേർന്നിട്ട് സകല തട്ടിപ്പും. എന്ത് എളമരം കരീമോ? എന്ത് ഭയങ്കരമായ ആള്? 5 പൊന്നാനി KS ഹംസ. കേരളത്തിന്റെ ഭരണശിലാകേന്ദ്രത്തിനെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രത്തിന് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയനെ പുഞ്ചിക്ക് പിടിച്ച് പുറത്താക്കാനുള്ള സമര പരമ്പരയുടെ തുടക്കം തന്നെയാണ് ഈ പരിപാടി. തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല താറാവോ അല്ല. 6 പാലക്കാട് വിജയരാഘവൻ. പാലക്കാട് വിജയരാഘവൻ. ഞാൻ നോക്കുമ്പോ അയാൾ കോഴിക്കോട് ദയനീയമായി പരാജയപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ പിന്നെ BJPയുടെ അടുത്ത വോട്ട് അയാൾ കിട്ടിയിട്ടുള്ളൂ. ആ ചിരിയും ഇതൊക്കെ കൂടിയിട്ട് ഏതാണ്ട് പുന്നല് കണ്ട കോഴീന്റെ പോലെ. കോഴിക്കോട് അതിഭീകരമായി പരാജയപ്പെട്ടു വന്ന ആളാണ് പാലക്കാട് കൊണ്ടുവന്നിട്ട് പറഞ്ഞിരിക്കുന്നത് വാൻ നേതാവിനെയാണ് നിലത്തിരിക്കുന്നത്. ലോക്സഭയില് ഞാൻ ആദ്യം ചെല്ലുമ്പോ എന്റെ സഹപ്രവർത്തനായിരുന്നു വിജയരാഘവൻ. ഇപ്പൊ കക്ഷിയുടെ ചില നേരത്തെ ഡയലോഗ് കേട്ടാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ വിറ്റടിക്കുകയാണെന്നാണ് കക്ഷിയുടെ ധാരണ. വിജയരാഘവനോട് പിണറായി വിജയൻ വിളിച്ചു പറയണം, കുറച്ചുകൂടി നിലവാരമുള്ള തമാശകൾ പറയാൻ പറയണം. ഫലിതം വെച്ചാൽ പകല് പറയണതുണ്ട്, രാത്രി പറയണതുണ്ട്. രാത്രി ഫലിതം വേണ്ട, പകലത്തേത് മതി. CPM സ്ഥാനാർത്ഥി പട്ടികയിൽ യുവാക്കൾ കുറവാണെന്നാണ് അടുത്ത പരാതി. കാണുമ്പോൾ പ്രായം തോന്നുമെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എല്ലാവരും നന്നേ ചെറുപ്പമാണെന്നേ. പിന്നെ എളമരം എന്ന പേരൊക്കെ കേട്ടാൽ തന്നെ മനസ്സിലാവില്ലേ ആള് നന്നേ എളുപ്പമാണെന്ന്. പല്ലൊഴിഞ്ഞ സിംഹങ്ങളെയാണ് LDF സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്, അല്ലാതെ ഒരു പ്രഗത്ഭന്മാരെയുമല്ല. അതൊരു വലിയ അത്ഭുതകരമായ സംഭവമാണ്. ആരെയും നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി നോക്കും. ചെറുപ്പക്കാരനെ ഞാൻ പറയുന്നത്. He's so young looking. Elder brother ആണെന്നേ പറയുള്ളൂ. പക്ഷേ നല്ല പ്രായമുണ്ട്. ഫുൾ ഡൈയ. ഇവന്റെ അബൂബന്. 7 പത്തനംതിട്ട ഡോക്ടർ TN തോമസ് ഐസക്. Thomas Isaac sir was never direct. He was indirect. He just invited me to Munnar. ഒന്നിങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വിവരം വേണം, പ്രാപ്തിയും വേണം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹംഗ്രി, ഒരു സ്റ്റാർവേഷൻ ഉള്ള ക്യാരക്ടേഴ്സ് ആണ് ഇവരൊക്കെ. കൊച്ചു കള്ളന്മാരെ. അപ്പൊ സംഭവം ശരിയാണല്ലേ? സ്വബോധമുള്ള ഏതെങ്കിലും മിനിസ്റ്റർ കറങ്ങാനായിട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ
അതും വേണ്ടത്ര താമസ സൗകര്യം ഇല്ലാത്ത മൂന്നരക്കാരെങ്കിലും ക്ഷണിക്കോ? വള്ളംകളി കാണണമെന്നൊക്കെ പറഞ്ഞു കാണാം. ആർക്കിപ്പോ ഓർക്കാൻ പറ്റുമോ എന്താണെന്നുള്ളത്? ഒരുത്തൻ നന്നാവുന്നതും നശിക്കുന്നതും പെണ്ണ് കാരണമാണെന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ സംഭവിച്ചിരിക്കുന്നു അതാ. 8 കൊല്ലം എം മുകേഷ്. ഓർമ്മയുണ്ടല്ലോ, കണ്ടിട്ട് 8-9 വർഷമായതുകൊണ്ട് മറന്നു കാണുമെന്ന് കരുതി. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും. പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും, അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാന്ന്. അയ്യോ, അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അന്തസ് വേണോടാ, അന്തസ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ വിളിച്ചുണർത്തി ശല്യപ്പെടുത്തുന്നത് ശരിയാണോടാ? അപ്പൊ നീ എനിക്ക് പുല്ല് വിലയല്ലൂടെ തരുന്നത്, പുല്ല് വില. പല്ല് ഒഴിഞ്ഞ സിംഹങ്ങൾ ഒന്നിനും ഗതി പിടിക്കാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഇപ്പോ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുകയാണ്. എന്തോ മഹാകാര്യം ചെയ്ത പോലെയാണ്. ഇവിടെ കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും പറയും അന്നും ഇന്നും എന്നും രാജയും രാജയുടെ പിള്ളേരും സ്ട്രോങ് ആണ്. ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കാനുള്ളൊരു മനഃശാസ്ത്രപരമായ പിൻബലം ഈ കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ഞാൻ നല്ലൊരു ഉഗ്രം കരു നീക്കിയിട്ടുണ്ട്. അവസാനം ഉള്ള കാര്യം പോവാതിരുന്നാ മതി. കഥകളിയിൽ ഒരിടവേള കൂടി. കഥ കസേരകളി കഥകളി.